ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ആയാലോ. തേങ്ങയും എണ്ണയൊന്നും യൂസ് ചെയ്യാതെ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തൊരു സിമ്പിൾ സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ അതിനുവേണ്ടി പാനിലേക്ക് 1 കപ്പ് ശർക്കര ചീകിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 1 കപ്പ് വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സാധാ നോർമൽ വാട്ടറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് വെക്കാം. ശർക്കരയൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റായി നല്ലപോലെ തിളച്ച് വരുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ ഫുള്ളായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇതേപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടോടുകൂടി തന്നെ ഇതൊന്ന് അരിച്ചെടുക്കുന്നതാണ് ഒരു ബൗളിലേക്ക്. ഇതിലേക്ക് ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചത് 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ള് ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ചൂട് ശർക്കര പാനിയിലേക്കാണ് നമ്മൾ ഇതുപോലെ ഗോതമ്പ് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു സ്പാറ്റുല വെച്ച് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കട്ടകളൊക്കെ വന്നെയാണെങ്കിൽ ഉടച്ചൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത്. നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബാറ്റർ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് ഒരപ്പമേ ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതൽ എടുത്താൽ മതിയാകും. ഇനി ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫുള്ളായിട്ടൊന്ന് ലെവലാവാൻ വേണ്ടിയാണ്. ഓൾറെഡി നമ്മൾ സ്റ്റീമർ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയേറി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് സ്റ്റീൽ പ്ലേറ്റ് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു സ്റ്റാൻഡ് ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒന്ന് ആവി വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കിത് മീഡിയം ഫ്ലെയിമിലാക്കി ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എനിക്ക് കറക്റ്റ് 12 മിനിറ്റിൽ ഇത് കുക്കാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഇതിൽ നിന്നൊന്ന് എടുത്ത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. നല്ലപോലെ ചൂടാറിയതിന് ശേഷം കത്തി കൊണ്ട് അരികൊക്കെ ഒന്ന് വിടിച്ചതിന് ശേഷം ഇതുപോലെ ഡിമോൾഡ് ചെയ്തെടുക്കാം. നമുക്കിതിന് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിതേപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് നടുകെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു സ്നാക്ക് റെസിപ്പിയാണിത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് ഇതൊക്കെ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് തന്നെയാണ് ഈ ഇൻസ്റ്റൻറ്റ് അപ്പത്തിന്. വൈകുന്നേരങ്ങളിലൊക്കെ തേങ്ങ ഇട്ടെടുക്കുന്ന സ്നാക്ക് ഐറ്റംസ് എൻ്റെ മോൾക്ക് അത്ര ഇഷ്ടമല്ല കഴിക്കാനായിട്ട്. പക്ഷേ ഈ ഒരു ഐറ്റം അവൾ പെറുക്കി എടുത്തിരുന്ന് കഴിച്ചോളും. അപ്പോൾ തേങ്ങയൊന്നും ഒട്ടും യൂസ് ചെയ്യാതെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ റെസിപ്പി എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.